പിന്നെ മീൻ നമ്മൾ ഒക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇനി നമ്മളിത് അടുപ്പിൽ വെക്കണേ. പിന്നെ ഞാൻ വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചു. ഇനി അതൊക്കെ നമുക്ക് പൊടികൾ എന്താ വേണ്ടത് വെച്ചാൽ ഒന്നും വേണ്ട. നമ്മളൊരു മഞ്ഞൾപ്പൊടി മീനിക്കുള്ള ഉപ്പ് മാത്രം മതി. മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെന്നൊന്നുമില്ല, ചെറിയൊരു ഇതിന് കളറ് ചേഞ്ച് ചെയ്യാനുള്ള ഈ പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മളിടുന്നത് നമ്മൾ മീനിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇതിലിടുക. പിന്നെ മസാലയിലുള്ള ഉപ്പ് മസാലയിലിടും, ഇതിലേക്കുള്ള ഉപ്പ് ഇതിലിട്ടു കേട്ടോ. അത് നമുക്ക് തക്കാളി, പച്ചമുളക്, സവാള കേട്ടോ, ഇത് മൂന്നും കൂടി അരിഞ്ഞെടുത്ത് നല്ലോണം വേവിക്കണം. വേവിച്ചിട്ട് പിന്നെയാണ് ഇക്കിടുക. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഓരോന്നിങ്ങനെ. കാരണം വലിയ പീസുകളായാലേ വെന്തിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ എന്താട്ടി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. മുളക് ഇങ്ങനെ പൊളിച്ചിടാണ് കേട്ടോ ചെയ്യണത്. അരിഞ്ഞിട്ടാൽ നമുക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മൾ കടിച്ചു പോകും. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ, നമ്മൾ വലിയവരാണെങ്കിൽ നമുക്കത് നോക്കിയെടുക്കാമല്ലോ. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പൊളിച്ച് നമ്മൾ എരിവിനനുസരിച്ച് മുളക് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കാരണം കുറച്ചൊക്കെ ഒരു എരിവ് വേണം, അല്ലെങ്കിൽ നമുക്ക് തീരെ കഴിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് കത്തി തട്ടിയിട്ട് ചോരൊന്നും വരുന്നില്ല, പക്ഷെ നല്ല നീറ്റലുണ്ട് എനിക്ക്. ഇനി നമുക്ക് വേണ്ടത് സവാള. അപ്പോൾ അതും തൊലിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിയണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇത് നല്ല പുഴി വന്നു കണ്ടോ, കേടുന്നു. അപ്പോൾ അത് ഒഴിവാക്കി വേറെ എടുത്തു കേട്ടോ. ഇപ്പം അടുത്ത് കൊടുന്ന് വെച്ചതാണ്. നമ്മളെ ക്യാഷ് ഇങ്ങനെ പോകണം. ഇത് നമ്മൾ നല്ലോണം സവാള കഴുകിയെടുക്കുന്നു. സവാള എന്നൊക്കെ നിറച്ച് എന്തോ ഒരു കറുത്ത പൊടി പോലെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുണ്ട്. നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളി അരിയണത്. അതെന്താ വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാ പോലെ നമ്മൾ ഇങ്ങനെ അരിയല്ലോ, അങ്ങനെയല്ല വേണ്ടത്. ഇത് നമുക്ക് ചോപ്പറിൽ ഇട്ടിട്ട് ഞാൻ വലിച്ചെടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് ചെറുതായിട്ട് കിട്ടും. മറ്റേത് നമ്മൾ കുറേ നേരം നിന്ന് അരിയേണ്ട. ഇതൊരു 4 കഷ്ണമാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മളെ പാകത്തിന് ഉള്ള പിന്നെ ഇതാവുമ്പോൾ നമുക്ക് നിർത്താം. എത്ര രണ്ട് ചെറുത് വേണമെന്നില്ല ഇത് നോക്കിയിട്ട് നമുക്ക് നിർത്താൻ കഴിയും. ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അധികം എല്ലാത്തേക്കും ഇങ്ങനെ ചോപ്പറിൽ വലിക്കൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ചോപ്പർ അടിച്ചു കൊടുത്താൽ അയ്യോ എൻ്റെ ചോപ്പർ കേടുന്നു തോന്നുവേ ഗൈസ്. നോക്കട്ടെ കേട്ടോ, കൊളായി ശരിയായി. അപ്പം നമ്മൾ ഏകദേശം ഇത്ര മതി കേട്ടോ. ഇത്ര ഒരു പരുവത്തിൽ അങ്ങോട്ട് എടുക്കണേ. നമുക്ക് 3-4 വിരുന്നേര് വന്നിട്ടോ നമ്മളിത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ ഓർക്കുള്ള കോഫിയാണ് ഇട്ടത്. നല്ല പാല് പറഞ്ഞിട്ട് കോഫിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി കോഫിയാണ്. നമ്മൾ ചായ റെഡിയാക്കി കേട്ടോ. ഇതോൾക്ക് കൊണ്ടുപോയി കൊടുക്കണേ. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. പൊടികളൊക്കെ ഇട്ട് മസാല മഞ്ഞൾപ്പൊടി ഇപ്പം മാത്രം ഇട്ടിട്ട് വെച്ചാലേ. അപ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. വെള്ളം വറ്റി നല്ല വെന്ത് വരണം. കാരണം ഇത് പിന്നെ മസാലയിൽ നമ്മൾ വേറെ വേവിക്കൂല, ഇതിലുള്ള വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതാ അടുപ്പിൽ വേറെ പാത്രം വെച്ചു കേട്ടോ. ഇനി ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മസാല ഉണ്ടാക്കണ്ടേ. അതിക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ സവാള, തക്കാളി, പച്ചമുളക് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിക്ക് ഇടുന്നത്. വേറെ എല്ലാവരും മിക്സ് ചെയ്താൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ ഓരോന്ന് വേവിക്കാൻ നിൽക്കണ്ട കേട്ടോ. എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് എണ്ണ പറഞ്ഞു കൊടുക്കണം. എണ്ണ കുറച്ച് കൂടുതൽ വേണം. കാരണം എന്താ വെച്ചാൽ അത് എണ്ണയിലാണ് കേട്ടോ നല്ലോണം വേണ്ടത്. ഇത് നമുക്ക് സൗദി അറേബ്യയിലുള്ളവർക്ക് അറിയാം കേട്ടോ. അത് എങ്ങനെയാണ് ഇതൊരു ടിന്നിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷെ അത് അതിനെന്താ വെച്ചാൽ ടിന്നിന് മാത്രം 150 ഉറുപ്പ്യൊക്കെ വില ഉണ്ട്. അപ്പോൾ അത് മാത്രം കൊടുന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ആവില്ല. അപ്പം ഞാനൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സൂത മാത്രം വെച്ചങ്ങാണ്ട് പറ്റുമെന്ന് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മക്കൾക്കും ഉമ്മാപ്പിളക്കും ഒക്കെ എല്ലാം പറ്റി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, തൂനക്ക് പൂതിയാകുമ്പോൾ ഇത് കൊടുത്തിട്ട് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഒന്ന് നല്ലോണം നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടോ. അപ്പോൾ ഞാനേക്ക് നമ്മളെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം കേട്ടോ. ഉപ്പിട്ടാൽ പെട്ടെന്നൊന്നിങ്ങോട്ട് വാടി കിട്ടും നമുക്ക്. ഇപ്പം ഒന്ന് എണ്ണയിൽ നല്ലോണം
മിക്സാക്കി എണ്ണ അത് പോരട്ടോ. ഇനി ഇത് വാടി കഴിഞ്ഞതിന് ശേഷം മീനിടുമ്പോൾ നമ്മൾ മീനും ഇതേപോലെ പൊടിച്ചിട്ടാട്ടോ, നമ്മളിങ്ങനെ സവാള പൊടിച്ചില്ലേ അതുപോലെ പൊടിച്ചിട്ടാണ് മീനും ഇടുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ പാരണമെന്നെങ്കിലുള്ളൂ ഇതൊക്കെ നല്ല ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു ഇതൊന്നും കിട്ടില്ല. അതിനേക്ക് അതൊന്ന് മിക്സ് ചെയ്തില്ല. ഇനി ഞാനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. അത് ഇതൊക്കെയുള്ള ഈ സവാളിക്കും ഇതൊക്കെ ഉള്ള ഉപ്പ് മാത്രം ഇതിലിടുക. മീനിക്കുള്ള ഉപ്പ് ഞാൻ മീനിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയുള്ള ഉപ്പ് ഇതിലിട്ടു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ നല്ല മിക്സ് ചെയ്തോട്ടെ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കണം. ഇനി നല്ലോണം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇതന്നെ നമ്മൾ അടച്ച് വെച്ചിക്കല്ലേ തീ സ്ലോവിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഞാൻ തുറന്നു. അപ്പോൾ ഇത് കണ്ടോ നല്ലോണം വെന്ത് വരുന്നുണ്ട്. തക്കാളിയൊക്കെ കണ്ടോ പെട്ടെന്ന് വെന്തത് കണ്ടോ. ഇല്ലെങ്കിൽ ആ ഇപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. തീയെ കുറക്കും ചെയ്യാം. അടച്ച് വെച്ചും ചെയ്താൽ പെട്ടെന്ന് ഇടാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം മസാല ഒന്ന് വേവിടന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റുള്ളൂ. ഇതൊക്കെ മസാല ആയിട്ട് ഒന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വെന്ത് വന്നെടുക്കും കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി മീനിക്ക് ഞാൻ കുറച്ചിട്ടില്ലേ, ഇനി കുറച്ച് എടുക്കും. കൂടുതലായിട്ടൊന്നും വേണ്ട, അത് മതി. മീനിക്കുള്ളത് ഞാൻ മീനിലിട്ട് ഇനി ഈ മസാലയ്ക്കുള്ളത് ഇത് ഇനി മഞ്ഞൾപ്പൊടിൻ്റെ ആ ചമർപ്പ് മാറുന്ന വരെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതേപോലെ തന്നെ തീ സ്ലോവിലിട്ടിങ്ങാണ്ട് തന്നെ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല പെട്ടെന്ന്. ഇനി നമ്മളിത് എണ്ണ പാരുക മീൻ പൊടിച്ചിടുമ്പോഴാണ് കേട്ടോ. പൊടിച്ചിടുമ്പോൾ കുറച്ചും കൂടി എണ്ണ പാരി വെക്കും. മസാല വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. അപ്പം ഇനി ഞാനിത് തീ ഓഫ് ചെയ്തിങ്ങാണ്ട് അടച്ച് വെക്കണ്ട്. നമ്മൾ മീൻ ഇവിടെ കടന്ന് വെന്തും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മീനിലെ വെള്ളം കുറച്ചും കൂടി വറ്റി. അപ്പം എന്ത് ചെയ്തു, ആ തീ ഓഫാക്കി ഈ തീ ഓഫാക്കി കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ചൂടാറിപ്പോവും. അപ്പോൾ മീൻ ചൂടാറിയതിന് ശേഷമുള്ളൂ, മീൻ നല്ലോണം ചൂടാറിയതിന് ശേഷമുള്ളൂ ഇത് പൊടിക്കാൻ കഴിയും കേട്ടോ. അത് ഞാൻ സവാള പൊടിച്ചതുപോലെ ആ ചോപ്പറിലിട്ടിട്ട് വലിക്കുക കേട്ടോ. എന്നാൽ നല്ല നമുക്ക് പൊടിഞ്ഞ് കിട്ടും. മീൻ ചൂടാറി കേട്ടോ. അപ്പം ഞാനിത് ഇതിലെ മുള്ളൊക്കെ കളഞ്ഞുകൊണ്ട് വേണത് പൊടിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ മുള്ള് പെട്ടാലേ പണി കിട്ടും, എട്ടിൻ്റെ പണി തന്നെ കിട്ടും. അപ്പോൾ ഞാനത് നല്ലോണം ഞാൻ ചോപ്പറിലിട്ടിട്ടാട്ടോ പൊടിക്കണം. കൈ കൊണ്ട് പൊടിച്ചാൽ കുറേ ടൈം നിൽക്കണ്ടേ. ചോപ്പറിലാണെങ്കിൽ മുള്ള് കളഞ്ഞുകൊണ്ടാണ് ഇട്ടാലേ പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിങ്ങാണ്ട് ചോപ്പറിലിടണം കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ചോപ്പറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഞാൻ ചോപ്പറിലാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പണി ഒരുങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യണതാ പണിയാണ് കേട്ടോ. ഇത് കണ്ടോ കേട്ടോ, ഇങ്ങനെ ഈ രൂപത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കാറുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെയ്താൽ എന്തായാലും ഈ രീതിയിൽ കിട്ടൂല. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് നല്ലതിൽ പൊടിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാതും കൂടി മിക്സ് ചെയ്തു കേട്ടോ. മീനൊക്കെ ഫുള്ള് പൊടിച്ചെടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടി ചെറുതായിട്ടൊന്ന് വലിപ്പം കമ്മിയായോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യട്ടെ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതൊക്കെ നമ്മൾ കുറച്ച് തീയും കത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് എണ്ണ പാർന്നിട്ട് ഒന്ന് ചൂട് കയറണം, അല്ലെങ്കിൽ ഈ മീനിക്ക് നമ്മൾ ഈ സവാള ഇതൊക്കെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇത് പിന്നെ ചെറുതായിട്ട് കുറച്ച് മീൻ കൂടിപ്പോയിട്ടോ, കാരണം മസാല കമ്മിയായി, മീൻ കുറച്ച് കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. സംശയമല്ല, കൂടുതലാണ്. അപ്പോൾ എണ്ണ കമ്മിയാണ്. അപ്പോൾ കുറച്ചും കൂടി എണ്ണ പാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണൻ്റെ വില നോക്കിയാൽ ആരും കൂടുതലൊന്നും പാരില്ല, പക്ഷേ സാധനം ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാരും കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കല്ലോ നല്ലോണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് അതിൻ്റെ ഒരു തീ ഒന്നൊരു കയറുന്നത് വരെ കേട്ടോ. നമ്മളിത് തീ നല്ല ചൂട് കയറും കേട്ടോ. ഇനി അപ്പോൾ നല്ലോണം മിക്സാക്കി ഒന്നും കൂടി മിക്സാക്കിയിട്ട് തീ ഓഫ് ചെയ്തു കേട്ടോ. ആ സാധനം റെഡിയായിട്ടോ. ഇനി ഇത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.